അപ്പോ ഇതായിരുന്നല്ലേ ആ പുതപ്പിന്റെ സ്റ്റോറി? പുതപ്പ് അവര് തിരികെ വാങ്ങി തരുമോ? അത് തിരികെ കിട്ടും. കിട്ടിയാലുടൻ അതിന് റിസർച്ചിന് വിധേയമാക്കണം. അതിന് അസാധാരണ സ്വഭാവമൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തണമല്ലോ. അപ്പൊ ആ പുതപ്പ് ഗബ്രിയൽ സാറിന്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വണ്ടിയിൽ എത്തിയതാണോ? ആ കമ്പിളി പുതപ്പ് എവിടെ നിന്ന് വന്നു ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ എന്തെല്ലാം പറഞ്ഞു. നിങ്ങളുടെ മുറിയിൽ ദുർഗന്ധം കൊണ്ട് വന്നവൻ എന്ന് വരെ പറഞ്ഞില്ലേ? ആ ദുർഗന്ധ പുതപ്പ് നിങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ട് കുറ്റ എന്റെ തലയിൽ കെട്ടിവെച്ചു. അത് അപ്പോ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഓ, അതുകൊണ്ടാ നിന്നെ സംശയിച്ചേ. അല്ല, ഗബ്രിയൽ സാറിന്റെ വീട്ടിലെ കമ്പിളി പുതപ്പ് നമ്മുടെ വണ്ടിയിൽ എങ്ങനെ എത്തി? അന്ന് ഗബ്രിയൽ സാറ് പറഞ്ഞ കാരണം കേട്ടിട്ട് എനിക്ക് വിശ്വാസം വന്നില്ല. അന്നവിടെ ജോസഫേട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരെയും നമ്മൾ കണ്ടിട്ടുമില്ല. നമ്മൾ അകത്തായിരുന്ന സമയത്ത് പുറത്താരെങ്കിലും വന്നിട്ടുണ്ടാവോ? സാറ് പറഞ്ഞ പോലെ ജോലിക്കാരും ആവാം, വണ്ടി മാറിയിട്ടതും ആവാം. ഇനിയിപ്പം അതിന്റെ ആവശ്യക്കാര് വന്ന സ്ഥിതിക്ക് നമ്മളത് തിരിച്ചു കൊടുക്കേണ്ടി വരും. മന്ദാകിനി ചേട്ടത്തിക്ക് കൊടുത്ത സാധനം ഇനി എങ്ങനെ തിരിച്ചു ചോദിക്കാം? നിങ്ങളുടേതല്ലാത്ത സാധനം നിങ്ങൾ എന്തിനാ മറ്റൊരാൾക്ക് കൊടുത്തേ? ഇനിയിപ്പോ കൊടുത്തുപോയില്ലേ? നമുക്ക് ചേട്ടത്തിയോട് കാര്യം പറയാം, അല്ലെങ്കിൽ മറ്റൊരെണ്ണം വാങ്ങി കൊടുക്കാം. ഇവന്റെ നാട്ടിലേക്ക് ഇനിയും കുറെ ദൂരം പോകാനുള്ളല്ലേ. എല്ലാരും വണ്ടി കയറും. എല്ലാരും പെട്ടെന്ന് കേറ്. കേറ്. അതെന്താ ഒരു സൗണ്ട് കേട്ടത്? എന്തോ വീഴുന്ന സൗണ്ടാ കേട്ടെ. കിരണേ, ദേ നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇളകി കിടക്കുന്നു. എന്ത് ചെയ്താ? ഇതെങ്ങനെയാ ഇളകി താഴെ വീണത്? നന്നായിട്ട് ഉറപ്പിച്ചതാണല്ലോ. വണ്ടി ഇത്രയും ദൂരം ഓടി വന്നല്ലേ, ചിലപ്പോ ഷേക്കായപ്പോ വീണതാവും. ഇത് വയ്ക്കണ്ടേ? അത് ഞാൻ ഉറപ്പിക്കാം. നിങ്ങൾ വണ്ടി കയറിക്കോ. ശരിയല്ലേ? ഓക്കേ. നന്നായിട്ട് ഉറപ്പിക്കണേ. നന്നായിട്ട് ഉറപ്പിച്ചോടാ. ഇനി കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്നെല്ലാരും കയറി പോവാ. ആരവ് കൂടെ ഉള്ളതുകൊണ്ടേ വണ്ടിയുടെ കാര്യത്തിൽ ആരും പേടിക്കണ്ട. എന്ത് പ്രശ്നം വന്നാലും ദേ ഇവൻ ശരിയാക്കും. നമ്മള് കൂടെ ഉള്ളതുകൊണ്ട് ആരും പേടിക്കണ്ട. ഇവനെ ആരും പിടിച്ചോണ്ട് പോവില്ല. കയറി കയറി പോവാ. കേൾക്കാ. പരദേവതേ, ദുർനിമിത്തമാണല്ലോ അമ്മേ.
ഇന്ദ്രജിത്തിന്റെ ഗ്രഹനിലയല്ലേ? ഇന്ദ്രജിത്തിന്റെ ഇല്ലത്തു നിന്നും കൊടുത്തയച്ച ഗ്രഹനിലയാണ്. ഒരുത്തം നോക്കാനായി ഞാനിവിടെ എടുത്തു വെച്ചതാണ്. നോക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് വിളക്ക് വീണ് കത്തിയല്ലോ. ഈ നേരത്തെ തന്നെ ഗ്രഹനിലയ്ക്ക് അഗ്നിബാധ ഉണ്ടായതെന്താ? ഇതെന്താ ഇങ്ങനെയൊരു നിമിത്തം? ആശങ്കപ്പെടേണ്ട സാഹചര്യമാണോ വല്യച്ഛ? നിമിത്തം ദുർനിമിത്തമാണ് ശ്രീദേവി. വൃന്ദയും ഇന്ദ്രജിത്തും തമ്മിലുള്ള വിവാഹത്തിനാണോ ദുർനിമിത്തം? അതോ മറ്റെന്തെങ്കിലും മനസ്സിന് സമാധാനം ഇല്ലാതായതാണോ വല്യച്ഛ? എന്തോ ആപത്തുണ്ട് ശ്രീദേവി. പരദേവത നൽകുന്ന സൂചന എന്തെന്നറിയാതെ ഒന്നും പറയാൻ കഴിയില്ല. പരദേവതകളെ, പരദേവതകളെ, അശുഭകരമായി ഒന്നും സംഭവിക്കരുതേ. ശ്രീദേവി, വൃന്ദയെ നീ പിന്നീട് വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു, ഫോണിൽ കിട്ടുന്നില്ല. അവരെല്ലാവരും ഹോസ്റ്റലിൽ തന്നെ ഉണ്ടാകുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അവരവിടെ തന്നെ ഉണ്ടാവുന്നാ പറഞ്ഞത്. അവിടെ എന്തോ പന്തികേടുണ്ട്. കുട്ടികൾ ഹോസ്റ്റലിൽ ഇല്ല എന്നാണ് നിമിത്തം കാണിക്കുന്നത്. അവര് പുറത്തുപോയോ? അതറിയണം. എന്റെ ഫോൺ ഇങ്ങോട്ട് എടുക്കുക. ദാ. വൃന്ദയുടെ മുത്തശ്ശനാണല്ലോ. ആ, ഗുഡ് മോർണിംഗ് തിരുമേനി. ഗുഡ് മോർണിംഗ്. മാഡത്തിന്റെ തിരക്കിനെ പറ്റി ഓർക്കാതെയാ വിളിച്ചത്. ബുദ്ധിമുട്ടായോ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഇവിടെ താമസിക്കുന്ന ഓരോ കുട്ടികളുടെയും രക്ഷകർത്താക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്റെ ജോലി തിരക്കിന്റെ ഭാഗമാണല്ലോ. വൃന്ദയുടെ കാര്യം ചോദിക്കാനാ വിളിച്ചത്. വൃന്ദയുടെ ഫോണിൽ വിളിച്ചില്ലേ? വിളിച്ചില്ല. ഒരു കാര്യം അറിയാൻ വേണ്ടി മാഡത്തിന് വിളിച്ചതാ. വൃന്ദയും കൂട്ടുകാരും അവിടെയുണ്ടോ? അവരെല്ലാവരും കൂടി പുറത്തെവിടെയോ പോയിരിക്കുക. അവർ പുറത്തു പോയോ? ഈശ്വരാ, കുട്ടികൾ പുറത്തു പോകരുതെന്ന് പറഞ്ഞത് കേൾക്കാതെ പുറത്തേക്ക് പോയിരിക്കുകയാണല്ലോ. മാഡം, അവരെവിടെയാ പോയത്? പോകുന്ന സ്ഥലം പറഞ്ഞില്ല. ഇന്ന് കോളേജ് അവധിയാണല്ലോ. എവിടെയോ വൺ ഡേ ട്രിപ്പ് പോയതാ. വൈകുന്നേരം തിരിച്ചെത്തും. എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനുണ്ടെങ്കിൽ വൃന്ദയുടെ ഫോണിൽ വിളിച്ചോളൂ. തിരുമേനി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ വെറുതെ അന്വേഷിച്ചേ ഉള്ളൂ. കുട്ടികളെ ഞാൻ വിളിച്ചോളാം. നന്ദി.